യദു അവസാനം ഇറാന്റെ കോപാഗ്നിയിൽ വിരളുന്ന അമേരിക്കയാണ് കാണാൻ കഴിയുന്നത്. ഇനി യുദ്ധം ഞങ്ങൾ തുടങ്ങില്ല, ഉപരോധങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തില്ല, 5 ദിവസത്തേക്ക് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ്. മാത്രമല്ല, ഇതിനിടയിൽ ഈ പശ്ചിമേഷ്യയെ വിറപ്പിക്കുന്ന ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ തുടക്കമായിട്ട് തന്നെ റഷ്യയും ചൈനയും മുന്നിട്ട് ഇറങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരികയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തുകയാണ് എന്നതല്ലേ? തീർച്ചയായിട്ടും രേഷ്മ, ഇത് പണ്ട് ഇറാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നൊരു കാര്യം അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതായത് നിങ്ങളായിരിക്കും യുദ്ധം തുടങ്ങുക, പക്ഷേ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, അതെങ്ങനെയായിരിക്കണമെന്ന് പറയുന്നത് ഞങ്ങളായിരിക്കും, നിങ്ങളത് അനുസരിക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പലതവണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇപ്പോൾ നിർണായകമായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പൊടുന്നനെ ഒരു വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് ട്രംപ് ഏകപക്ഷീയമായി, ഓർക്കണം, യുദ്ധത്തിനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചായിരുന്നു തീരുമാനങ്ങൾ പറഞ്ഞിരുന്നത്, തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്, പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ ഈ 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യം അത് ട്രംപ് ഒറ്റയ്ക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ എത്രത്തോളം അമേരിക്കയോട് ഒത്തുപോകുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമായി തന്നെ പരിശോധിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലും അമേരിക്കയും തമ്മിൽ കാര്യമായ ആശയക്കുഴപ്പങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് അമേരിക്ക പെട്ടെന്ന് തന്നെ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണമാറ്റം എന്ന വിഷയമൊക്കെ മാറ്റിവെച്ച് ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണം എന്നതിലേക്ക് ചുരുങ്ങി എത്രയും വേഗം ഈ യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് ട്രംപ് വന്നപ്പോൾ ഈ ഇസ്രായേലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇറാനെ മുച്ചൂടും മുടിക്കും എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രമൊക്കെ, വാതക സംഭരണ കേന്ദ്രമൊക്കെ തകർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഏറെക്കുറെ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇസ്രായേലിന് ഈ യുദ്ധം ഇനിയും തുടരണമെന്ന വാശിയാണ്. അതൊരു ഈ നെതന്യാഹു എപ്പോഴും സ്വീകരിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, അന്ന് ഈ ആക്രമണം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ കരാറിലൂടെയാണ് ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ യുദ്ധം നടത്തി കുറേ പേരെ കൊന്നു എന്ന നിലയിൽ മേനി നടിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് നെതന്യാഹുവിനെ നമ്മൾ കാണുന്നത്. ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെയും കുറേ ആളുകളെ കൊന്നു, അല്ലെങ്കിൽ കുറേയിടത്ത് ബോംബിട്ടു, കുറേയിടങ്ങൾ നശിപ്പിച്ചു എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധ നേട്ടം ഉണ്ടായതായിട്ട് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അവകാശപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മണിക്കൂറുകളിൽ അവകാശപ്പെട്ടതാണ്, ഇറാൻ്റെ മുഴുവൻ മിസൈൽ കേന്ദ്രങ്ങളും തകർത്തു, ഇറാൻ ഇനി ഉയർത്തെഴുന്നേൽക്കാനാകില്ല, ഇറാൻ പരിപൂർണമായി തകർന്നു എന്ന് പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിനടുത്താണ് സ്ഫോടനം നടന്നത്. ഒരു നഗരത്തിലുണ്ടായ സ്ഫോടനത്തിൽ 60 തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഈ 60 തുടർ സ്ഫോടനങ്ങൾക്കപ്പുറം 250-ലധികം ആളുകൾ ആശുപത്രിയിലും 20-ലധികം പേർ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ. ഹൈഫ, ടെല്ലവീവ്, അതുപോലെ ജെറുസലേം തുടങ്ങിയ തന്ത്രപ്രധാന പ്രദേശങ്ങളൊക്കെ തകരുകയാണ്. ഇസ്രായേലിൻ്റെ സൈന്യം വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു, വലിയ ഗർത്തങ്ങൾ നഗരമധ്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു, പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകുന്നു, സൈറനുകൾ മുഴങ്ങുന്നു, ആളുകൾ പരിഭ്രാന്തരായി ഇസ്രായേലിലൂടെ തെക്ക് വടക്ക് ഓടുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഇസ്രായേൽ പറയാണ് ഇറാൻ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു, ഇത് വലിയ കുറ്റകൃത്യമാണ് എന്ന്. ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയത് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാനുഷിക മൂല്യങ്ങളെ പരിഗണിക്കുന്ന എല്ലാവരും ഇത്തരം യുദ്ധങ്ങൾ വേണ്ട എന്ന് പറയും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇസ്രായേൽ ചെയ്യുമ്പോൾ അതെല്ലാം സമാധാനത്തിന് വേണ്ടിയും, സ്വന്തം നെഞ്ചത്ത് അടി കിട്ടുമ്പോൾ അത് മനുഷ്യത്വ വിരുദ്ധവും മനുഷ്യാവകാശ പ്രശ്നവും ഒക്കെ ആയിട്ട് ഉന്നയിക്കുന്ന ഇസ്രായേലിൻ്റെ ഇരട്ടത്താപ്പാണ്, ക്രൂരതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നെഞ്ചത്തേക്ക് ബോംബ് വരുമ്പോൾ അതൊരു വലിയ പ്രശ്നവും, മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് ബോംബിടുമ്പോൾ അത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും എന്ന നിലയിൽ ഇസ്രായേൽ നടത്തുന്ന ഇരട്ടത്താപ്പ് ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനിയും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെടുന്നതിന് കാരണമാകും. ലോകത്തിൻ്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരും. ഒരു ലോക നേതാവ് എന്ന നിലയിൽ തനിക്ക് ഇനിയും ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, തൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന ഘട്ടം വന്നപ്പോഴാണ് ട്രംപ് പൊടുന്നനെ ഏകപക്ഷീയമായി, അതിന് മുന്നോടിയായി നെതന്യാഹുവുമായി ചർച്ച നടത്തിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നിലവിൽ അത്തരം ചർച്ചകൾ നടന്നതായുള്ള ഒരു തരത്തിലുള്ള വാർത്തകളും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്
ട്രംപ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ. 5 ദിവസത്തേക്ക് യുദ്ധം ഉണ്ടാകില്ല എന്ന് പറയുന്നു. 5 ദിവസത്തേക്ക് ഈ കാലയളവിൽ എണ്ണ ടാങ്കുകൾ, എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങൾ, വാതക പ്ലാന്റുകൾ, സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി ഊർജ്ജത്തെ ബാധിക്കുന്ന ഒന്നിലും തൊട്ടുപോകരുത് എന്നുള്ളതാണ് ട്രംപിന്റെ ഉത്തരവ്. അപ്പോൾ ട്രംപിനും പൊള്ളിത്തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതെ, ട്രംപ് ഈ ഒരു നീക്കം നടത്തുമ്പോൾ ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു അറിഞ്ഞിട്ട് ഇത് വേറൊരു നീക്കത്തിലേക്കാണോ? കാരണം നമ്മൾ ഇതിനു മുമ്പ് ട്രംപിന്റെ ഈ ഒരു വാക്ക് കണ്ടതാണ്, 3ാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം പൊടുന്നനെ ഒരു സംയുക്ത ഒരു ആക്രമണം നടത്തുന്നത്. അപ്പം ഈ ഏകപക്ഷീയമായിട്ട് ഈ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ എന്തെങ്കിലും ഒരു നീക്കം എന്തായാലും ട്രംപിന് കാണുമോ? അതോ ഒരു തിരിച്ചടി ഭയന്ന് തന്നെയാണോ എപ്പോഴും ട്രംപ് നിൽക്കുന്നത്? നേരത്തെ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ബ്രിട്ടനിലേക്കൊക്കെ ഈ ഇറാന്റെ ആക്രമണം നടത്തിയത്. അതായത് ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഒരു സംരക്ഷണ താവളം ഒരുക്കി അവിടേക്ക് ഇറാന്റെ ഒരു പ്രത്യാക്രമണം നടന്നപ്പോൾ അതിലും ഭയന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും ഭയന്നിട്ടുള്ളൊരു പിന്മാറ്റത്തിലേക്കാണോ അതോ വേറെ എന്തെങ്കിലും, ഈ ഒരു മാനിപ്പുലേറ്റിംഗ് കിങ് എന്ന് വേണമെങ്കിൽ പറയാം, അപ്പൊ ആ ഒരു രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വേറെ നീക്കങ്ങൾ വല്ലതും നടത്താനുള്ള പദ്ധതി വല്ലതും ആണോ? തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. രേഷ്മ ചോദിച്ച ചോദ്യവും വളരെ കൃത്യമാണ്, വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ ഒന്നുകിൽ ഗത്യന്തരമില്ലാതെ കാലിൽ വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാകാം. ഇനി യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ചതിയുടെ ഭാഗമാകാം. കാരണം ചതിക്കും വഞ്ചനയ്ക്കും സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിലുമൊക്കെ ഒരുപാട് പ്രാഗൽഭ്യമുള്ള ആളുകളാണ് ഇസ്രായേലിൻ്റെ, അമേരിക്കൻ്റെ ആളുകൾ, അമേരിക്കയുടെ ഭരണകൂടം, നേതാക്കൾ, ഈ നെതന്യാഹുവും ട്രംപും. അപ്പോൾ നമുക്കറിയാം, രേഷ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമാധാന ചർച്ച, യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി ഒരു ആണവ കരാർ എഴുതാം, ആണവ കരാർ നമുക്ക് ഒപ്പിടാം, അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് 3 തവണ ഇറാൻ്റെ പ്രതിനിധികളുമായി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി അമേരിക്കയുടെ പ്രതിനിധികൾ ചർച്ച നടത്തുന്നു. അതിന് ഈ പറയുന്ന ഒമാൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ മധ്യസ്ഥം വഹിക്കുന്നു. പരോക്ഷ ചർച്ചയാണെങ്കിൽ പോലും ആ ചർച്ച ആദ്യഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം കഴിഞ്ഞു, 3ാം ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നു, സ്ഥലം തീരുമാനിക്കുന്നു. ഇതിനിടയിലാണ് പൊടുന്നനെ ഞങ്ങൾ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആക്രമണം ഇറാനിലേക്ക് ശക്തമാക്കുകയും ഈ പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുകയടക്കം ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു യുദ്ധം ഉണ്ടാകുമെന്ന പ്രതീതി നൽകുകയും ഇറാൻ അതിനനുസരിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തപ്പോൾ തന്നെയാണ് അതിനിടയിലൂടെ യുദ്ധം ഉണ്ടാകില്ല എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ട് ഇറാനെ ഒന്ന് തണുപ്പിച്ചു നിർത്തിയ ശേഷം പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആക്രമണം നടത്തി, ചതിയിലൂടെ ആക്രമണം നടത്തിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കം വധിക്കപ്പെടാൻ കാരണമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ ആക്രമണോത്സുകം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിശക്തമായി ഇറാനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും ഭരണാധികാരികളെ വധിക്കുന്നത് അടക്കമുള്ള ഏതെങ്കിലും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ലക്ഷ്യമിടുക എന്നിവയൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു ചതിയുടെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഒരു ഒത്തുതീർപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ വെടിനിർത്തൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്കറിവില്ല. അങ്ങനെയും സംശയിക്കാം, ഇവരായതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ 60 തുടർ സ്ഫോടനങ്ങളൊക്കെ ഒരൊറ്റ ദിവസം ഒരൊറ്റ ആക്രമണത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇറാൻ അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആയുധങ്ങൾ പുറത്തെടുത്ത് അടിക്കുക തന്നെയാണെന്ന് തന്നെ വേണം കരുതാൻ. അതായത് ഇറാൻ ഇപ്പോൾ പറയുന്നു, യുദ്ധം ഉടൻ അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട, യുദ്ധം അവസാനിക്കണമെങ്കിൽ ഞങ്ങളുടെ കണ്ടീഷൻസ് നിങ്ങൾ അംഗീകരിക്കണം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ കടുത്തതാണ്. സാഷ്ടാംഗം ഇറാന്റെ കാലിൽ വീണ് പിന്തിരിഞ്ഞോടുക എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. അതായത് ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കാതിരിക്കുക, ഇറാന്റെ പരമാധികാരം അംഗീകരിച്ചു കൊടുക്കുക, ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കുക, അതുപോലെ തന്നെ ഇനി ഇറാന്റെ മണ്ണിലേക്ക് ഒരു തരത്തിൽ അവകാശവാദങ്ങളുമായി വരാതിരിക്കുക, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവലിക്കുക തുടങ്ങി ഒരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിന് ആത്മഹത്യാപരമാണ്. കാരണം ഇത് അംഗീകരിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ദിവസം യുദ്ധം ചെയ്ത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അതല്ല, ഇതിനിടയ്ക്ക് ഒരു നിർണായകമായിട്ടുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് 48 മണിക്കൂറിനുള്ളിൽ ഒരു ഈ ഒരു പ്രശ്നം നടന്നില്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിഭയാനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളൊരു വെല്ലുവിളി വെല്ലുവിളി ഇപ്പൊ വെള്ളത്തിൽ പോയല്ലോ. അതുകൂടി ഈ ഒരു അവസരത്തിൽ ആ വെല്ലുവിളി ഇപ്പൊ വെള്ളത്തിലായല്ലോ. അതായത് ഇന്ന് 23-ാം ദിവസം ട്രംപ് നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ന് യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ അതിശക്തമായ ആക്രമണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ട്രംപ് ഇറാൻ തുടർച്ചയായി കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും വലിയ ആക്രമണം, അതായത് ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കാഠിന്യമേറിയ ആക്രമണം ഇറാൻ നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ IDF-ന്റെ ഉന്നതർ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പൊ ട്രംപിന്റെ വെല്ലുവിളിക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയപ്പോൾ ട്രംപിന് മനസ്സിലായി ഇനി അങ്ങോട്ട് പോയി അടിച്ചാൽ ഇതിലും വലുത് തിരിച്ചു കിട്ടുമെന്ന്. എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങളുടെ മുഴുവൻ എണ്ണ കേന്ദ്രങ്ങളും ഓയിൽ റിഫൈനറികളും എന്താ പറയുക, ഈ പറയുന്ന സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളും പ്ലാന്റുകളും ഒക്കെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കത്തും എന്നുള്ള കൃത്യമായ ധാരണ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ എണ്ണ ഭീഷണി അല്ലെങ്കിൽ എണ്ണയുടെ ഉൽപ്പാദനവും സംഭരണവും വിതരണവും ഒക്കെ താളം തെറ്റും. അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ എണ്ണക്ഷാമം ഉണ്ടാകും, വിലക്കയറ്റം ഉണ്ടാകും. അത് ഇപ്പോൾ ഖത്തർ തന്നെ അതിൻ്റെ ഒരു വലിയ സൂചന നൽകി. തങ്ങളുടെ സംഭരണത്തിൻ്റെ, അതായത് ഭാവിയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്ന കരുതൽ ശേഖരത്തിൻ്റെ 18% എണ്ണ കത്തിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികളായിട്ട് അമേരിക്ക മുദ്രകുത്തപ്പെടും, അത് ഇസ്രായേലും മുദ്രകുത്തപ്പെടും, അമേരിക്ക. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നഷ്ടമാവും, ഗൾഫ് രാജ്യങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ നഷ്ടമാവും. ഇപ്പം നമുക്കറിയാം, ട്രംപ് അധികാരത്തിലേറിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ എഴുതിയത് ട്രംപ് മരുമോനുമായി ചേർന്നിട്ട് ഗൾഫ് മേഖലയിൽ നടത്താൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചായിരുന്നു, കമ്പനികളായിട്ടും റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളായിട്ടും ഒക്കെ. അപ്പോൾ അവർക്ക് ആ മേഖലയിൽ വലിയ കണ്ണുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇറാനുമായി യുദ്ധം ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അമേരിക്കയ്ക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിന് വേണ്ടി പശ്ചിമേഷ്യയിലെ മുഴുവൻ ഗ്രിപ്പും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകാനൊന്നും ട്രംപ് ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കേണ്ടത് ട്രംപിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണം. ഇപ്പോൾ ഇസ്രായേൽ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രംപ് ഊരും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ ചുവടുവെപ്പാണിത്. ഇതല്ലാതെ വേറെ വഴിയില്ല ട്രംപിന്. ഇനിയിപ്പോൾ ഇസ്രായേൽ ചിലപ്പോൾ ഇത് ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തും, പക്ഷേ ട്രംപ് അതിനൊപ്പം നിൽക്കില്ല. ട്രംപ് തിരിച്ച് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കും. കാരണം ഇനിയും മുന്നോട്ട് പോകും തോറും അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലുള്ള സകല ഗ്രിപ്പും പോകുന്ന വിധത്തിൽ, പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കില്ല എങ്കിലും അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ഉള്ളിൽ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വ്യക്തമാണ്, ഈ യുദ്ധത്തിന് കാരണം ഇറാനല്ല, മറിച്ച് അമേരിക്കയും ഇസ്രായേലും. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക കളത്തിലിറങ്ങിയതാണ്. ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ട് അതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെങ്കിൽ സമ്മതിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇറാൻ അവരുടെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ പ്രതിരോധവും അവരുടെ ആഭ്യന്തര കാര്യങ്ങളും വ്യക്തമായി സുദൃഢമാക്കുമ്പോൾ അതിലേക്ക് ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് അമേരിക്ക ഇറങ്ങിയത് ലോകവ്യാപകമായി വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ട്രംപ് ഒറ്റപ്പെടും, ട്രംപിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും, ട്രംപിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതുകൊണ്ടൊക്കെയാണ് വളരെ കൃത്യമായി ട്രംപ് തലയൂരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പോലും അറിയാതെ, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു ചർച്ച പോലും നടത്താതെ പൊടുന്നനെ ഒരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്താകുമെന്ന് അധികം വൈകാതെ തന്നെ നമുക്കറിയാം. ഇസ്രായേലിന് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധം തുടരും, അതിൻ്റെ ഉത്തരവാദിത്തം ട്രംപിൻ്റെ തലയിലുമാകും. അങ്ങനെ വീണ്ടും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ ട്രംപിന് വരും. അങ്ങനെ ഈ യുദ്ധം എളുപ്പത്തിൽ അവസാനിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.